ആ എന്തുണ്ട്? പലിച്ചേട്ടാ എന്തുണ്ട്? എന്തോന്നായിരുന്നു? ഞാൻ ഇന്നലെ വന്ന്. അത് ശരി. എന്തുകൊണ്ട് സുഖം തന്നെ? സുഖമായിട്ടിരിക്കുന്നു. എന്ന് പോന്ന്? 10 ദിവസമുണ്ട്. 10 ദിവസമുണ്ട്. ഇപ്പൊ എത്ര വർഷം കൊണ്ട് നീ ഗൾഫിലിരിക്കുന്നത്? അപ്പം മൊത്തം 16 വർഷമായി. 16 വർഷം കൊണ്ട് നീ എന്തോ ഉണ്ടാക്കി? അതുകൊള്ള ഈ കാണുന്ന വീടും പിന്നെ അപ്പുറത്ത് കുറച്ച് സ്ഥലം മേടിച്ച് പിന്നെ പിള്ളേരെ പഠിപ്പിച്ച് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റിയില്ലേ? 10-16 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിന്റെ മക്കള്, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം ആ സന്തോഷകരമായ ജീവിതമൊക്കെ കൊണ്ട് കളഞ്ഞില്ലയോ? ഞാനങ്ങനെ പോയി കഷ്ടപ്പെട്ടുണ്ടല്ലേ അവർക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായത്. നിങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, ചേട്ടൻ്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അന്നും ഇന്നും ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോകും. ഇപ്പോഴും വെളുപ്പിന് തന്നെയാണ് തുറക്കുന്നത്. ഇനി എത്ര വലിയ സുനാമിയാന്ന് പറഞ്ഞാലും 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ കട തുറന്നിരിക്കും. ഇപ്പോൾ രാത്രി എത്ര മണിക്ക് അടയ്ക്കുന്നത്? 12 മണിയാവാതെ കട അടയ്ക്കാൻ പറ്റുമോ? കസ്റ്റമർ കൂടുതലില്ലയോ? ഇപ്പോൾ രാവിലെ 6 മണിക്ക് തോന്നിട്ട് രാത്രി 12 മണിക്ക് അടയ്ക്കുന്നില്ലേ? അവധി വല്ലതും എടുക്കൂ? ഞായറാഴ്ച പോലും അവധി എടുക്കാൻ പറ്റത്തില്ല. കഷ്ടപ്പാടാ. അപ്പോൾ വലിയ കഷ്ടപ്പാട് തന്നെ. ഇടയ്ക്കുള്ള വസ്തു കച്ചവടം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടോ? അതൊരു സൈഡ് ബിസിനസ്സാ. കടയിൽ ആള് പറയുമ്പോൾ ഞാൻ ഇവിടെ പോകുന്നു. അല്ല, ചേച്ചിക്ക് വീട്ടിലെ കാറ്ററിംഗ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ കാര്യങ്ങൾ നടക്കുമല്ലോ. 19 പിള്ളേരുണ്ട്, അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തന്നെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചേച്ചിയിൽ ഓർത്തോഡോക്സ് എടുത്ത് വെച്ച് കണ്ടായിരുന്നു. ഇത് അസ്ഥിക്ക് തേയ്മാനം എന്തുകൊണ്ട് ചേച്ചിക്ക്? അത് ചിരട്ട മാറ്റി വെച്ചപ്പോൾ അതങ്ങ് മാറി. ഇത് കാശായി. അപ്പോൾ വെളുപ്പിന് മുതൽ അർദ്ധരാത്രി വരെ ചേട്ടനും ചേച്ചി ഒരുപോലെ വീടിന് വേണ്ടി കഷ്ടപ്പെടുവല്ലേ? കഷ്ടപ്പാടാ. അല്ല, ഇത്രയും തിരക്കിനിടയിൽ ഈ ഭാര്യയും പിള്ളേരുമായിട്ട് സംസാരിക്കാറുണ്ടോ? എന്താ സംസാരിക്കാറ്? ഭാര്യയും പിള്ളേരും നമ്മുടെ ഇല്ലയോ? അവരുടെ അടുത്ത് സംസാരിക്കാൻ എന്തുവാ? ചേട്ടാ, ഞങ്ങൾ ഈ പുറം നാടുകളിലും ഗൾഫിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഈ വർഷത്തിൽ 10, 20, 30 ദിവസമൊക്കെ ലീവിന് വരത്തുള്ളായിരിക്കും. പക്ഷെ അത്രയും ദിവസം ഉണ്ടല്ലോ, ഒരു വർഷത്തെ സന്തോഷം അനുഭവിച്ചിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾ നാട്ടിൽ വന്നാൽ പിന്നെ എല്ലാ ദിവസവും ഓരോ പരിപാടികളാണ്. ഞങ്ങൾ ഒരുമിച്ച് ബന്ധുക്കളുടെ വീട്ടിൽ പോകും, അതുപോലെ ടൂറിന് പോകും, ഭക്ഷണം കഴിക്കാൻ പോകും, സിനിമയ്ക്ക് പോകും. പിന്നെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരുപാട് തമാശകൾ പറയും, ഒരുപാട് സന്തോഷിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും ഞാൻ വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കും. ഞങ്ങളൊക്കെ എങ്ങനെ ഭാര്യയായിട്ട് കുറേ സംസാരിക്കും, കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഗൾഫുകാർക്ക് ഇതിനൊക്കെ സമയം കിട്ടും, ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലേ? ഇതാ ഞങ്ങൾ നിങ്ങളൊക്കെ തമ്മിലുള്ള വ്യത്യാസം. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. പെട്ടെന്നല്ലേ, കടവറക്കാൻ സമയമില്ലേ? പെട്ടെന്ന് അല്ലേ? ശരി ശരി ശരി. കൂടെ കിടക്കുന്ന പെണ്ണുമ്പിളുടെ അടുത്ത് സ്വന്തം മക്കളുടെ അടുത്ത് സംസാരിച്ചിട്ട് വർഷങ്ങളായി. എന്നിട്ട് നാട്ടുകാരെന്തോ ചെയ്യുന്നെന്ന് അന്വേഷിച്ച് നടക്കുക. ഇങ്ങനെ കുറേ ചെറ്റകൾ.